അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇതിൽ ചില കാര്യങ്ങളൊക്കെ CPM-ൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇത് നോക്കുമ്പോൾ PV അൻവർ ഒരു കാര്യം പറയുന്നു, ADGP-ക്കെതിരെയും പോലീസ് മേധാവികൾക്കെതിരെയും പറയുന്നു. അതേസമയം തന്നെ നേരത്തെ ഉള്ള മന്ത്രിയായിട്ടുള്ള KT ജലീൽ പറയുന്നു, ഇനി ഞാൻ മത്സരിക്കാനില്ല, അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. PV അൻവറിനെ പിന്തുണച്ച് പ്രതിഭ MLA രംഗത്ത് വരുന്നു. അതേപോലെ തന്നെ റസാഖ് ശക്തമായി രംഗത്ത് വരുന്നു. CPM-ൽ ഒരു പുതിയ ഫോർമുല രൂപപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഈ നീക്കങ്ങളിലൂടെ? അല്ല, ഇതിനകത്ത് പിണറായി വിജയനെയാണോ ലക്ഷ്യം വെക്കുന്നത്, ഗോവിന്ദൻ മാഷിയാണോ ലക്ഷ്യം വെക്കുന്നത്, ഇടതുപക്ഷ സർക്കാരിനെയാണോ ലക്ഷ്യം വെക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണോ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയില്ല. അഴിമതി വിരുദ്ധ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ KT ജലീലിൻ്റെ വാക്കുകൾ തമാശ രൂപേണ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം അദ്ദേഹം മത്സരിച്ചിട്ട് കാര്യമില്ല. മത്സരിക്കാൻ എങ്ങനെ സാധിക്കും? അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച നടത്താം ആ കാര്യത്തിൽ. ഒരു കാര്യം നിസ്സംശയം നമ്മൾ ചോദിക്കേണ്ടത്, സേനാപതി വേണു, അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംഘത്തിനെയും ഇനി ഇതിൽ മറുപടി പറയാതെയും തീരുമാനമെടുക്കാതെയും ഇതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരാതെയും ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് ചങ്കുറപ്പോടുകൂടി 4 ദിവസം കഴിയുമ്പോൾ സെറ്റിൽമെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടുകൂടി നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് പ്രക്ഷോഭം നടത്താൻ പറ്റും. ഞങ്ങൾക്കിപ്പോൾ മെമ്പർമാരില്ലാത്തതുകൊണ്ടാണ് പുറത്ത് ഞങ്ങൾ കൈകാര്യം ചെയ്യും, നിങ്ങൾ അകത്ത് കൈകാര്യം ചെയ്യും. ഒന്നും മനസ്സിൽ കൈവച്ചൊന്നും വളരെ സേനാപതി വേണു, വളരെ പെട്ടെന്ന് ചർച്ചയുടെ സമയം അവസാനിക്കുന്നു. അതുകൊണ്ടാണ് അല്ല, വരും ദിവസങ്ങളിൽ ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇനി ഏതായാലും ഇപ്പോ ഇത് എന്താ പറഞ്ഞ വെടിമരുന്ന് പിറക്കി തീ പിടിച്ചതുപോലെയാണ്. ഇനി ഏതായാലും സ്വസ്ഥമായി സമാധാനമായിട്ടൊന്നും ഭരിക്കാമെന്ന് തീർച്ചയായും ഇത്തരം നിരവധി വെടിമരുന്ന് സതീശൻ എന്ന് ചർച്ച നടത്തേണ്ടി വരാതിരുന്നാൽ ഭാഗ്യം.